نحمد الله العظيم ونصلي ونسلم على النبي الكريم وعلى آله وصحبه أجمعين أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, പവിത്രമായ മുഹറമിൻ്റെ ഈ പ്രഭാതം, തുടർന്നുള്ള പകലും എല്ലാ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറുള്ളതാക്കി തരട്ടെ. നമ്മൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു, ആഖിറത്തിന് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്യുന്നു. ദുനിയാവിൽ ജീവിക്കുമ്പോൾ ദുനിയാവിലെ പ്രവർത്തനങ്ങളെ ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമാക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ സൗഭാഗ്യശാലിയും വിജയിയും. ഇന്നിപ്പോൾ നല്ല കാര്യം ചെയ്യുന്നത് പലപ്പോഴായി നമ്മൾ അറിയുന്നുണ്ട്, സോഷ്യൽ മീഡിയ വഴിയിലൂടെ. ചില ആളുകൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതങ്ങോട്ട് വൈറലാകുന്നത് കാണാം. വൈറലാകുന്നതും വൈറലാക്കാനും എല്ലാം കൂടിയാണ് ഇന്ന് കൂടുതലായി നമ്മൾ കണ്ടുവരുന്ന സ്ഥിതിവിശേഷം. ഗിന്നസ് ബുക്കിൽ സ്ഥാനം കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് ചില ആളുകൾ ഗിന്നസ് ബുക്കിൽ പേര് വരാൻ. ഇങ്ങനെയൊക്കെ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, എത്ര ആൾ നോക്കിയിട്ടുണ്ട്, ഇതൊക്കെ നോക്കുന്ന പണിയാണ്. വാസ്തവത്തിൽ അവിടെയാണ് ഒരു വിശ്വാസി നന്നായി ഉണർന്ന് ചിന്തിക്കേണ്ടത്. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം വൈറലാകൽ ആവരുത്. വൈറലാക്കാൻ വേണ്ടി യൂട്യൂബർമാരെയും അതേപോലെ തന്നെ ചാനലുകാരെയും വിളിച്ചു വരുത്തിയിട്ട് ചെയ്യുന്ന രീതികൾ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന നന്മയിലെ എല്ലാവിധ സത്തയും നഷ്ടപ്പെട്ടു പോകാൻ, ചോർന്നു പോകാൻ അത് കാരണമായി പോകും. ആത്മാർത്ഥതയുടെ ആഴം അളക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ചരിത്ര ശകലം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലം കൈയായി പ്രവർത്തിച്ച മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആത്മീയാർത്ഥതയുടെ പ്രതിരൂപമാണ്. ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള, ധാരാളം ധർമ്മം നൽകി ചെയ്തിട്ടുള്ള ഒരു മഹാൻ വ്യക്തിത്വമാണ്. ആ മഹാനുഭാവന്റെ ചെറിയൊരു ചരിത്രം. كان الصديق رضي الله عنه يعتق الرقاب لا يريد بذلك محمدة ولا جاها. സിദ്ദീഖ് തങ്ങൾ ആ കാലഘട്ടത്തിലെ സാമൂഹിക സേവനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് അടിമകളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊടുക്കുന്നതാണ്. അടിമകളെ സ്വതന്ത്രരാക്കുക, അവരെയും അത്യുത്തമ പൗരന്മാരാക്കി മാറ്റാൻ, ഒരാളുടെ കീഴിലുള്ള അടിമ ആയി നിലനിൽക്കുന്നതിൽ നിന്ന് മാറി അവനെ സ്വയം പര്യാപ്തനാക്കുന്ന പ്രവൃത്തി. പക്ഷെ നല്ല കാശ് കൊടുക്കേണ്ടി വരും, അടിമകൾക്ക് വില കൊടുക്കേണ്ടി വരും. ആ വില കൊടുത്തു വാങ്ങിയിട്ട് നമ്മൾ ഈ വഖഫൊക്കെ പ്രഖ്യാപിക്കും പോലെ ഈ ആളെ ഞാൻ സ്വതന്ത്രനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കലാണ്. അതോടുകൂടി പിന്നെ അയാൾ അടിമയല്ല, പിന്നെ എല്ലാ അർത്ഥത്തിലും അയാൾ സ്വയം പര്യാപ്തനാണ്. ഈ രൂപത്തിൽ ചെയ്യുന്ന സേവനം ഇതായിരുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തനം. എന്നാൽ സിദ്ദീഖ് തങ്ങൾ ധാരാളം അടിമകളെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കും. ലാ യുരീദുന ബിദാലിക മഹ്മിദത്തൻ വലാ ജാഹൻ. എന്തെങ്കിലും ആളുകളിൽ നിന്ന് പിന്നെ നല്ല വാക്ക് കിട്ടണം, തന്നെ കുറിച്ച് നല്ലത് പറയണം, പുകഴ്ത്തൽ കിട്ടണം, അല്ലെങ്കിൽ പ്രശസ്തി ഉണ്ടാകണം, ഇങ്ങനത്തെ ചിന്തകളൊന്നും ബഹുമാനപ്പെട്ടവരെ തൊട്ട് തീണ്ടിയിട്ടില്ല. ഇന്നമായി യുരീദു വജ്ഹല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ പ്രീതി മാത്രമാണ് മഹാനവറുകളുടെ ലക്ഷ്യം ഈ പ്രവർത്തനം ചെയ്യുന്നത്. എന്നാൽ ഒരിക്കൽ ഹത്താ ഇന്ന അബാഹു ഖാല, ഒരു ദിവസം സിദ്ദീഖ് തങ്ങളോട് അദ്ദേഹത്തിന്റെ പിതാവ് അബൂ ഖുഹാഫ പറഞ്ഞു, യാ ബുനയ്യ അറാക തഅതിഖു റിഖാബൻ ضعافا أراك تعتق رقابا ضعافا فلو أنك إذا فعلت أعتقت رجالا يمنعونك ويقومون دونك. അല്ല മോനെ,
നീ അടിമകളെ മോചിപ്പിക്കുന്നു, പക്ഷേ നീ മോചിപ്പിക്കുന്ന അടിമകളൊക്കെ ദുർബലരാണല്ലോ, ഒന്നിനും കഴിയാത്ത, സ്വാധീനമില്ലാത്ത, ശാരീരിക ശേഷി കുറഞ്ഞ, അല്ലെങ്കിൽ അറിവുകൊണ്ട് മികച്ചവരല്ലാത്ത വളരെ ദുർബലമായ പാവപ്പെട്ടവരെയാണ് നീ പോയിട്ട് മോചിപ്പിക്കുന്നത്. അവരെ മോചിപ്പിച്ച് വിട്ടത് കൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇവിടെ കിട്ടാനുമില്ല. ആ സമയത്ത് നല്ല സ്വാധീനമുള്ള, വാക്ക് സാമർഥ്യമുള്ള, പ്രവർത്തന ചാതുര്യമുള്ള, അതേപോലെ തന്നെ ശാരീരിക ബലമുള്ള നല്ല ഒന്നാം തരം ചെറുപ്പക്കാരായിട്ടുള്ള അടിമകളെ നീ മോചിപ്പിക്കുകയാണെങ്കിൽ അവർക്കൊണ്ട് നിനക്ക് ഗുണം കിട്ടൂലായിരുന്നു. നിന്നെ എതിർക്കാൻ ശത്രുക്കൾ വരുമ്പോൾ പ്രതിരോധം തീർക്കാൻ ഇവരുണ്ടാവും, നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഇവരുണ്ടാവും, നിനക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവരുണ്ടാവും, നിനക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും. നിന്റെ നല്ലൊരു അനുയായികളായി, നിന്റെ ബോഡി ഗാർഡായി വർക്ക് ചെയ്യാൻ ഈ ആളുകളൊക്കെ ഉണ്ടാവൂലേ? നല്ല നല്ല ബലവാന്മാരായിട്ടുള്ള, സ്വാധീനമുള്ള, കഴിവുള്ള ആളുകളെ നീ ഇതൊക്കെ ചെല്ലുകയാണെങ്കിൽ അബൂബക്കർ. അപ്പൊ മകൻ ബാപ്പനോട് പറഞ്ഞു, യാ അബത്തി, ബാപ്പച്ചിയെ, ഇന്നമാ ഉരീദു മാ ഉരീദ് ലില്ലാഹി അസ്സ വജൽ. എന്റെ മനസ്സിലെ വിചാരം അള്ളാഹുവിന്റെ അടുത്ത് എന്തെങ്കിലും കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഭൗതിക ലോകത്ത് എനിക്ക് ഇവരെ കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടണം എന്ന നീയത്ത് എനിക്കില്ല. അപ്പൊ ഇത്രയും ദുർബലരായ ആളുകളെ പലരും ബലവാന്മാരെയൊക്കെ മോചിപ്പിച്ചിട്ട് അവരുടെ അനുയായികളെ ഇങ്ങനെ കൊണ്ടുനടക്കും. സിദ്ദീഖിന് ചിന്താഗതിയില്ല. ആഖിറത്തിൽ കൂലി കിട്ടും. ഈ പാപങ്ങൾ തെരുവിൽ കഴിയാണ്, ഈ പാപങ്ങൾ കഷ്ടത്തിൽ കഴിയാണ്. അവരെ മോചിപ്പിച്ചിട്ട് ദുനിയാവിനെ എനിക്കൊന്നും ആഗ്രഹമില്ല, ആഖിറത്തിൽ കിട്ടാനേ ആഗ്രഹമുള്ളൂ, അള്ളാഹിന്റെ അടുത്ത് എന്തെങ്കിലും കിട്ടണം എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ ബാപ്പാനോട് പറഞ്ഞ ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ അന്വർത്ഥമാക്കിയും സിദ്ദീഖ് തങ്ങളുടെ ആത്മാർത്ഥതയുടെ ആഴം മനസ്സിലാക്കി തരാനും വേണ്ടി പരിശുദ്ധ ഖുർആൻ ആയത്തുകളിൽ തന്നെ ഇറങ്ങുകയുണ്ടായി. ഇന്നത്തെ നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ ഓതി കേൾപ്പിച്ച ഭാഗമുണ്ടല്ലോ, فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى. അവിടുന്ന് അങ്ങോട്ട് സൂറത്ത് തീരുവോളം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങളാണ് ഇതിലുള്ളത്. സിദ്ദീഖിന്റെ ആത്മാർത്ഥത വ്യക്തമാക്കുന്ന ഭാഗമാണ് അതിലുള്ളത്. فأما من أعطى واتقى, ധനം കൊടുത്തു, ആ കൊടുത്തതിൽ ആത്മാർത്ഥത കാണിക്കുകയും ചെയ്തു, അതിൽ ഇഖ്ലാസ് ഉണ്ടായി, തഖ്വ ഉണ്ടായി, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നൽകി. വസദ്ദഖ ബിൽ ഹുസ്ന, ആഖിറത്തിൽ കൂലി കിട്ടുന്നതും നന്മ കിട്ടുന്നതും അത് ഹൃദയം കൊണ്ട് അംഗീകരിച്ചു, അത് മാത്രം ലാക്കാൻ ഫസനുയസ്സിറുഹു ലിൽ യുസ്റ, അവർക്ക് നാം സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നു. ഖുർആൻ പറയാം. അതേ സമയത്ത് കൊടുക്കാൻ കഴിവുള്ള ആള് കൊടുക്കാതെ പിശുക്ക് കാണിക്കുകയും കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് നിഷേധാത്മകമായ നിലപാട്, പുച്ഛഭാവം കാണിക്കുകയും ചെയ്താൽ അങ്ങനെ ആയാൽ ഞെരുക്കമാകുന്ന നരകത്തിലേക്ക് നാം അവന് റൂട്ട് ശരിയാക്കി കൊടുക്കുന്നത്. അങ്ങനത്തെ ആളുകൾ നരകത്തിലേക്കാണ് പോവുക. പക്ഷേ കുറേ പ്രശസ്തിക്കും പേരിനും വേണ്ടി ചെയ്യുന്നവർക്കിടയിലും നല്ലത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ അവരെക്കുറിച്ചും ഈ മോശം അഭിപ്രായം പറഞ്ഞു വരുത്താൻ ചിലർ ശ്രമിക്കും. കാരണം ഞാനേതായാലും ഇങ്ങനെയാണ്, എന്നാൽ മറ്റൊരു അങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ട് നല്ല രൂപത്തിൽ ചെയ്യുന്നവരെ പോലും വെടക്കായി ചിത്രീകരിക്കുന്ന രൂപം അതന്നുണ്ട്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. ബഹുമാനപ്പെട്ടവർ എപ്പോഴും ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടാകാറുള്ളൂ, റബ്ബിന്റെ പ്രീതി. അതുതന്നെയാണ് ബിലാലിനെ മോചിപ്പിച്ചപ്പോഴുള്ളത്. പക്ഷേ ബിലാലിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു അത് ചില ലക്ഷ്യങ്ങൾ കണ്ടിട്ടാണ് ഇതിലേക്ക് മോചിപ്പിച്ചത്. എന്തോ ചില ആന്റി ആർക്കുണ്ട്, ബിലാലിന് ഓരോരുത്തരുണ്ട്, അതുകൊണ്ടാണ് ചെയ്യേണ്ടി വന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വരുത്താൻ തുടങ്ങി. അപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ അതിനെ തിരുത്തി, നമുക്ക് ഭ്രാന്താണ് മറ്റുള്ളവർക്കും ഭ്രാന്താണ് എന്ന് പറയുന്ന രീതി ഉണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട്
ഇന്ന അലൈനാ ലൽഹുദാ വഇന്ന ലനാ ലൽആഖിറത വൽഊലാ ഫഅൻദർതുകും നാറൻ തലല്ലാ ലാ യസ്ലാഹാ ഇല്ലൽ അശ്ഖൽ ലദീ കദ്ദബ വതവല്ലാ. സത്യത്തെ നിഷേധിക്കുകയും പിന്തിരിയുകയും ചെയ്യുന്നവരെ നരകത്തിൽ പോകും, ആളിത്തൊട്ടുള്ള നരകത്തിൽ പോകും. വസയുജന്നബുഹൽ അത്ഖാ, ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നവരെ നരകത്തിൽ നിന്ന് ദൂരം വെക്കപ്പെടും, ഒരു നരകത്തിൽ പോകില്ല. അല്ലദീ, ആരാണ് ഈ ആത്മാർത്ഥതയുള്ള ആളുകൾക്ക് അറിയണോ നിങ്ങൾക്ക്? അല്ലദീ യൂതി മാലഹു യതസക്ക, വളരെ സംശുദ്ധമായ നിയ്യത്തോടുകൂടി ധനം ചെലവഴിക്കുന്ന ആളുകൾ. الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى. ഒരു പ്രത്യുപകാരം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. സിദ്ദീഖിനെ പറ്റി അങ്ങനെ ഞങ്ങൾക്ക് ഒരു ആരോപണം, അങ്ങനെയല്ല. എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടതുള്ളത് കൊണ്ട്, ബാധ്യത ഉള്ളത് കൊണ്ട് ചെയ്യാണ്, അങ്ങനെയല്ല. وما يؤتي ماله يؤتي مال الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى. പകരം ചെയ്യേണ്ട എന്തെങ്കിലും അനുഗ്രഹങ്ങൾ നിഴലുള്ളത് കൊണ്ട് ചെയ്യുന്നതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്നുകൂടി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വളരെ ക്ലീൻ ചിറ്റ് കൊടുത്ത് പരിശുദ്ധ ഖുർആൻ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഈ ഖുർആൻ എന്നും ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഖിയാമത്ത് നാളോളം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓതുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു വ്യക്തിയുടെ മനഃശുദ്ധിക്ക് അള്ളാഹ് കൊടുത്ത അംഗീകാരമാണെങ്കിൽ, അത് സ്വർഗത്തിൽ പോകാനുള്ള കാരണമാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഈ പുതിയ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കെട്ടകാലം എന്ന് പറയണം, എന്തും വൈറലാകാൻ വേണ്ടി ചെയ്യുന്നതോ വൈറലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതോ ആയ ഈ കാലഘട്ടത്തിൽ ഈ ചരിത്രം നമുക്ക് പാഠമാക്കണം. നമുക്കിപ്പോ എന്തെങ്കിലും ഒന്ന് ധർമ്മം കൊടുത്തൊരു സംഭാവന കൊടുത്താൽ അത് മൈക്കിലൂടെ 3 വട്ടം 4 വട്ടം വിളിച്ചു പറയിപ്പിക്കണം നമ്മൾ. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ പരാതിയാണ്. അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള കാലമാണ്. അപ്പോഴൊക്കെയാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ നമ്മൾ വായിക്കേണ്ടത്. നമ്മൾ ദുനിയാവിലുള്ള എന്തെങ്കിലും താല്പര്യത്തിനോ സ്വാധീനങ്ങൾക്കോ പ്രശസ്തിക്കോ പേരിനോ വേണ്ടിയാകുന്നതിന് പകരം എന്തൊരു കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും ഇത് ആഖിറത്തിൽ എനിക്ക് ഇന്ന കാര്യം കിട്ടാൻ വേണ്ടി, ആഖിറത്തിൽ കിട്ടാൻ വേണ്ടി, പടച്ചോനെടുത്ത് കിട്ടാൻ വേണ്ടി എന്ന ചിന്തയിലപ്പുറം മറ്റൊരു താല്പര്യം ഇല്ലാതിരിക്കണം. ഇതാണ് നമ്മുടെ ചരിത്രം തരുന്ന പാഠം. അല്ലാഹു തആല അതിനുള്ള സാധ്യതകളും അതിനുള്ള മാനസികമായ ശുദ്ധിയും നമുക്കവൻ പ്രദാനം ചെയ്യട്ടെ. ചെയ്യുന്ന ധർമ്മങ്ങളൊക്കെ അള്ളാഹുവിങ്കൽ വലിയ ഒരു സമ്പാദ്യമാക്കി നിലനിൽക്കത്തക്ക വിധം പരിശുദ്ധമായ പ്രവർത്തനം അല്ലാഹു ആക്കി തരട്ടെ. നന്മകൾക്ക് കൂടുതലായി അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ തിന്മയിൽ നിന്നും ബഹുദൂരം അകലം പാലിച്ചുകൊണ്ട് പടച്ചറബിന്റെ പൊരുത്തത്തിലായി ജീവിതം കഴിച്ചുകൂട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.